ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകന്റെ പ്രിയപ്പെട്ട പത്നിയാകുന്ന ആയിഷ ബീവി പറയുകയാണ്, മാ ശബിഅ ആലു മുഹമ്മദിൻ മിൻ യൗമൈനി ഖുബ്സാ. 2 ദിവസം തുടർച്ചയായിട്ട് പത്തിരി കഴിച്ചതായിട്ട് ഞങ്ങളുടെ കുടുംബത്തിലില്ല. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. ഇന്ന് നമ്മുടെയൊക്കെ ജീവിത ചുറ്റുപാട് ചിന്തിച്ചു നോക്ക്. 3 നേരം 4, 5 ഒക്കെ ആയി മാറിയിരിക്കാം ഒരു ദിവസത്തിൽ. ആർഭാടങ്ങൾ കടന്നു വന്നു. ഈ സാമ്പത്തിക പരാധീനതയുള്ള ഈ സമയത്തും മുസ്ലിം സഹോദരിമാർ, മുസ്ലിം അമ്മമാർ, മുസ്ലിം സഹോദരങ്ങളാണ് കടകളിൽ സാധനം വാങ്ങാൻ ഏറ്റവും കൂടുതലുള്ളത്. ഇല്ല എന്ന് പറയാൻ പറ്റുമോ? തുണി പർച്ചേസ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ടെക്സ്റ്റൈൽ ഷോപ്പിലാരാ? നമ്മുടെ താത്താമാര് തന്നെ. ചെരുപ്പ്, ഷൂ, ഒരു വീട്ടിൽ തന്നെ എത്ര ജോഡി ചെരുപ്പുകളാ ഉള്ളത്? എത്ര ജോഡി ചെരുപ്പാ ഉള്ളത്? നമ്മൾ വീടിന്റെ വാതിൽക്കൽ തന്നെ ഷെൽഫ് അടിച്ച് ഇങ്ങനെ വെച്ചിരിക്കുക അല്ലേ? എത്ര ജോഡി ചെരുപ്പാണ് ഇതിലുള്ളത്? ഒന്ന് ഓരോരുത്തരും ചിന്തിച്ചു നോക്ക്. വില കൂടിയ ചെരുപ്പ്, ലെതറിന്റെ ചെരുപ്പുകൾ ഇങ്ങനെ ഇരിക്കുകയാണ്. 2000-ന്റെയും 3000-ന്റെയും പല കമ്പനികളും, എഗോസിന്റെ കമ്പനി ഉൾപ്പെടെയുള്ള എല്ലാ കമ്പനികളും ഉൾപ്പെടെയുള്ള ചെരുപ്പുകളുണ്ട്. ഇതൊക്കെ 1-2 പ്രാവശ്യം ഇട്ടിട്ട് മാറ്റി അങ്ങനെ വെച്ചിരിക്കുക. ആരും ഉപയോഗിക്കുന്നില്ല, ആർക്കും കൊടുക്കൂല. പഴയ ഡ്രസ്സുകളൊക്കെ പഴയ കാലത്തിൽ കൊച്ചാപ്പാട മക്കൾ, ഇളാപ്പാട മക്കൾ, മുത്താപ്പാട മക്കൾ ഇന്നതൊക്കെ വലിയ കുറച്ചില്ല, അത് വാങ്ങുന്നതും കുറച്ചിലായി മാറിയിരിക്കും. ഇന്ന് അവർക്കൊന്നും വേണ്ട, കൊടുക്കുമ്പോൾ പറയും വേണേ 2 ചട്ടം നമ്മൾ തരാം. ചെറുപ്പക്കാർക്ക് എല്ലാവർക്കും, സഹോദരങ്ങൾ ഉൾപ്പെടെ ഓരോരുത്തരും ചിന്തിക്കുക, എത്ര ജോഡി ഡ്രസ്സ് നമുക്കുണ്ട്, എത്ര ജോഡി ചെരുപ്പുകളുണ്ട്. ഓരോരുത്തരും അവനവന്റെ കണക്കെടുക്കും. സഹോദരിമാര് ചിന്തിക്കും, എത്ര മിടിയും ടോപ്പുണ്ട്, എത്ര ചുരിദാറുണ്ട്, എത്ര പർദ്ദയുണ്ട് ഓരോരുത്തർക്കും. അള്ളാഹു മനസ്സിലാക്കാനുള്ള ബോധം തരട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഞങ്ങളുടെ വീട്ടിൽ പട്ടിണിയാണെന്ന് മാത്രമല്ല, അടുത്തുള്ള അനുയായികൾ തെറ്റിദ്ധരിക്കാൻ വേണ്ടി, പ്രവാചകന്റെ കൂട്ടുകാര് തെറ്റിദ്ധരിക്കാൻ വേണ്ടി, അഥവാ പ്രവാചകന്റെ വീട്ടിൽ ഭക്ഷണമുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അടുപ്പിൽ പഴയ തുണി കത്തിച്ചുകൊണ്ട് അടുപ്പിലൂടെ പുക വെളിയിലേക്ക് വിടുമായിരുന്നു അത്രേ. പഴയ തുണി എടുത്തിട്ട് അടുപ്പിലിട്ട് കത്തിച്ചിട്ട് അതിന്റെ പുക ഇങ്ങനെ വെളിയിക്കൊണ്ട് വിടും അടുപ്പിലൂടെ. എന്തിനാ? അയൽവാസികൾ മനസ്സിലാക്കട്ടെ, നബിയുടെ കുടുംബത്തിൽ ഇന്നും കുഴപ്പമൊന്നുമില്ല, നല്ല ഫുഡാണെന്ന് മനസ്സിലാക്കട്ടെ. ഇതൊക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട്, നമ്മുടെ അയൽവാസികളുണ്ട്. അവരും ഇത്തരത്തിൽ അടുപ്പിൽ ഇങ്ങനെ പോയിക്കും. കാരണം എന്താ? അഭിമാനശതും ഭയന്നിട്ട് ഇവിടെ ഭക്ഷണമൊക്കെ ഉണ്ടെന്ന് കരുതിക്കോട്ടെ എന്ന് കരുതിയിട്ട് പോയി നോക്കുമ്പോ അറിയാം അവരുടെ കലത്തിൽ എന്താണുള്ളത്. അങ്ങനെ പോയി നോക്കിയില്ലേ ഒരു വ്യക്തി, സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഹബീബായ നബി തങ്ങളുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് തങ്ങളുടെ പ്രിയപ്പെട്ട മകളാകുന്ന ഹഫ്സ ബീവിയുടെ ഊഴമായിരുന്നു അന്നത്തെ ദിവസം. അഥവാ പ്രവാചകൻ ഹഫ്സ ബീവിയുടെ കൂടെ കഴിയുമ്പോ ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് തങ്ങൾ അങ്ങോട്ട് കടന്നു ചെല്ലുകയാണ്. റസൂലുള്ളാഹിയുടെ അടുക്കൽ വന്നുകൊണ്ട് സലാം ചൊല്ലി അള്ളാന്റെ റസൂലിനെ നോക്കുമ്പോ ഹബീബായ നബി തങ്ങൾ കടക്കുന്നത് ഈന്തപ്പന ഓല വിരിച്ചതാകുന്ന പായയിലാണ്. ഹബീബായ നബി തങ്ങളുടെ സുന്ദരമായ ആ പൂമേനിയിൽ ഈന്തപ്പന ഓലകളുടേതാകുന്ന അടയാളങ്ങൾ പ്രവാചകന്റെ ശരീരത്തിൽ കാണാമായിരുന്നു. ഇത് കണ്ടപ്പോ ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പൊട്ടിക്കരയുകയാണ്. അടുക്കളയിലേക്ക് പോയി നോക്കുമ്പോ ഹബീബായ നബി തങ്ങളുടെ വീടാ. ആരാണ് പ്രവാചകർ സഹോദരങ്ങളെ? അറബ് നാട്ടിലെ മാമലകൾ മുഴുവനും കനക കൊട്ടാരമായിട്ട് തിരുസവിധത്തിൽ തരട്ടെ എന്ന് ജിബ്രീൽ എന്ന മാലാഖ വന്നുകൊണ്ട് ചോദിക്കുമ്പോ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പരിത്യാഗത്തിന്റെ ആത്മീയ വലയത്തിലേക്ക് ഉൾവലിഞ്ഞ ഹബീബ് മുഹമ്മദ് മുസ്തഫ ആ പ്രവാചകന്റെ വീട്ടിലെ അവസ്ഥയാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നബിയെ നോക്കുമ്പോ പട്ടിന്റെ മെത്തയില്ല, നബിയെ നോക്കുമ്പോ തേക്കിന്റെ കട്ടിലില്ല, നബിയെ നോക്കുമ്പോ സുന്ദരമായ തലയിണയില്ല. പ്രവാചകൻ
കിടക്കുന്നത് ഈന്തപ്പന ഓല വിരിച്ചതായ വിരിപ്പിലാ. ആ വിരിപ്പിൽ നിന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ കണ്ടപ്പോ എണീറ്റിരുന്ന പ്രവാചകന്റെ പുറത്ത്, പ്രവാചകന്റെ പൂമേനിയിൽ അടയാളങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ്. കരയാതെ മുഅ്മിനേ, കരയാതെ മുസ്ലിമേ, ഈ ചേർത്തും നമുക്ക് കേൾക്കാൻ പറ്റുമോ? ഈ ചരിത്രം നമുക്ക് കേൾക്കാൻ പറ്റുമോ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അടുക്കളയിലേക്ക് ചെല്ലുകയാണ്. ഹഫ്സ ബീവിയുടെ അടുക്കലേക്ക് ചെല്ലുകയാണ്. തന്റെ പ്രിയപ്പെട്ട പൊന്നുമോളാണ്, പൊന്നുമോളാ. മകൾ എന്താണ് ഭർത്താവിന് വെച്ചു കൊടുക്കുന്നതെന്ന് നോക്കാൻ ചെന്നപ്പോ ആ വീട്ടിലുള്ളത് അല്പം ശഈർ മാത്രമാണ്, അല്പം തൊലി ഗോതമ്പ് മാത്രമാണ്. ആർക്കും വേണ്ടാത്ത ചണ്ടിയാകുന്ന തൊലി ഗോതമ്പ് മാത്രമാണ് ആ വീടിന്റെ മൂലയിൽ അല്പം കണ്ടത്. അത് കണ്ടപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് സഹിച്ചില്ല. ഫബകാ ബുകാഅൻ ശദീദാ, അതിശക്തമായ രീതിയിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് വിലപിച്ചുകൊണ്ട് പ്രവാചകന്റെ അടുക്കലേക്ക് കടന്നു വന്നുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ചോദിച്ചു പോയി, യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ്, ഫിദാക അബീ വ ഉമ്മീ, ഫിദാക അബീ വ ഉമ്മീ. എന്റെ വാപ്പയും എന്റെ ഉമ്മയും എന്റെ മാതാപിതാക്കളും അവിടുത്തേക്ക് ദണ്ഡം നബിയേ. കിസ്റാ വ കൈസറു യനാമാനി അലാ ഫിറാശി ഹരീർ വ അൻത റസൂലുള്ളാഹ്. കിസ്റയുടെയും കൈസറിന്റെയും അധികാരങ്ങളിൽ ഏറിയിരിക്കുന്നതാകുന്ന ക്രൈസ്തവർ നേതാക്കൾ അവർ അതിസുന്ദരമാകുന്ന രീതിയിലാണല്ലോ അവരുടെ ജീവിതത്തെ കൊണ്ടുപോകുന്നത്. അവർ പട്ടുമെത്തയിൽ ഉല്ലസിക്കുകയാണല്ലോ. അവിശ്വാസികളാകുന്ന കിസ്റയുടെയും കൈസറിന്റെയും രാജാക്കന്മാർ അതിസുന്ദരമാകുന്ന രീതിയിൽ ജീവിക്കുമ്പോ ലൗലാക ലൗലാക ലമാ ഖലഖതുൽ അഫ്ലാക്, അവിടുന്ന് ഇല്ലായിരുന്നുവെങ്കിൽ, അവിടുത്തെ പടക്കാൻ നിയത്താക്കിയിരുന്നില്ല എങ്കിൽ ഈ ഉലകം തന്നെ പടക്കൂല എന്ന് അള്ളാഹു പ്രഖ്യാപിച്ച നബിയേ, അവിടുന്ന് ഈ പട്ടുമെത്തയിലല്ലോ ഈ ഈന്തപ്പന ഓലയിലല്ലയോ കിടക്കുന്നത്. ഇതെനിക്ക് സഹിക്കുന്നില്ല എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെന്ന പ്രവാചക പ്രേമി പറഞ്ഞു പോയപ്പോ ഹബീബായ നബി തങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പൊട്ടിക്കരയുന്ന ഉമറിന്റെ കാതിനോട് പറയുകയാ, ഉലൈക ഖൗമുൻ ഉജ്ജിലത് ലഹും സവാബു ദുനിയാ വലനൽ ആഖിറ വലനൽ ആഖിറ. എന്റെ മുന്നിലിരിക്കുന്ന അഴീക്കോടുള്ള എത്രയെത്ര ഉമ്മമാർക്ക് ഇതുപോലെ കഥകൾ പറയാനുണ്ടാവും. ഉസ്താദേ, വീട്ടിൽ പട്ടിണിയാണ്, പട്ടിണിയാണ്, ദാരിദ്ര്യമാണ്, ദാരിദ്ര്യമാണ്, പ്രയാസമാണ്, പ്രയാസമാണ്, ദുഃഖമാണ്, ദുഃഖമാണ്, വിരഹമാണ്, നൊമ്പരമാണ്. എത്ര ദിവസങ്ങളായി മാന്യമായൊരു മാംസാഹാരം കഴിച്ച വീട് ഒരു പക്ഷേ അഴീക്കോട് പല വീട്ടിലും കാണൂല. പക്ഷെ ദീനിനെ സ്നേഹിക്കുന്നവരാണ്, ആലിമീങ്ങളെ സ്നേഹിക്കുന്നവരാണ്, മുത്തഅല്ലിമീങ്ങളെ സ്നേഹിക്കുന്നവരാണ്, അവർക്ക് ഭക്ഷണം കൊടുക്കാൻ മനസ്സുള്ളവരാണ്, അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നവരാണ്. പാവപ്പെട്ടതാകുന്ന മാലിക് ബിൻ ദീനാർ ട്രസ്റ്റിൻ്റെതാകുന്ന യുവാക്കൾക്ക് പിന്തുണയായി മനസ്സുകൊണ്ട് ശരീരം കൊണ്ട് സാമ്പത്തികമായി നിലനിൽക്കുന്നതാകുന്ന ജനങ്ങളെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, പഠിക്കണേ, പഠിക്കണേ. ഹബീബായ നബി തങ്ങളുടെ വീട്ടിലുള്ള പട്ടിണിയാണ്, പ്രവാചകന്റെ വീട്ടിലെ നൊമ്പരമാ. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് നബി തങ്ങൾ പറഞ്ഞു പോയി, ഉമറേ, ഉമറേ, ഉലൈക ഖൗമുൻ ഉജ്ജിലത് ലഹും സവാബു ദുനിയാ. ഭൗതികമാകുന്ന ജീവിതത്തിന്റെ ആഡംബര തുന്തലത്തിൽ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തുപോയി ഉമറേ. അവർക്ക് ആഖിറമില്ല ഉമറേ. കിസ്റയുടെയും
കൈസറിന്റെയും അധികാരങ്ങൾ ഏറിയിരിക്കുന്നവർക്ക് ആഖിറമില്ല ഉമറേ. വലനൽ ആഖിറ വലനൽ ആഖിറ. ഉമറേ ഉമറേ, ദാരിദ്ര്യത്തിൽ അമർന്നിരിക്കുന്ന നമുക്കുണ്ടല്ലോ, അഥവാ മുസ്ലിമീങ്ങൾക്കുണ്ടല്ലോ, അഴീക്കോടുള്ള ഉമ്മ, അഴീക്കോടുള്ള ഉപ്പ, സന്തോഷിക്കണേ സന്തോഷിക്കണേ. സമ്പത്ത് കുറയുന്നതിൽ നമ്മൾ പരിഭവം പറയേണ്ടതില്ല, നമ്മൾ പ്രയാസപ്പെടേണ്ടതില്ല. നബി പറയുകയാണ് വലനൽ ആഖിറ. സാമ്പത്തിക പരാധീന അനുഭവിക്കുന്നതാകുന്ന മുസ്ലിമീങ്ങളെ റസൂലുള്ള പഠിപ്പിക്കുകയാ വലനൽ ആഖിറ, നമുക്കാണ് സ്വർഗമുള്ളതെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. എന്നോട് ഒരുപാട് ആളുകൾ, പ്രത്യേകിച്ച് സഹോദരിമാരുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ വർഷം അതിനുശേഷം ഒരുപാട് സഹോദരിമാര് കരഞ്ഞുകൊണ്ട് പറഞ്ഞത് ദാരിദ്ര്യത്തിന്റെ വിഷയം. വളരെ ബുദ്ധിമുട്ട്, സഹോദരങ്ങളാണെങ്കിൽ കച്ചവടമില്ല, പ്രയാസമില്ല. പക്ഷെ എന്നാൽ അതേപോലെ തന്നെ ഒരുപാട് ആളുകൾ വിളിച്ചിട്ടും പറഞ്ഞു, ഉസ്താദ് എന്ന ലാ ഹൗല എന്ന ദിക്ർ ഞങ്ങൾ ചെല്ലിയിട്ട് ഒരുപാട് പ്രയാസങ്ങൾ മാറിയിട്ടുണ്ട്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒരുപാട് പ്രശ്നങ്ങൾ മാറിയിട്ടുണ്ട്. ഞങ്ങളൊക്കെ കടലുകൊണ്ട് ജീവിക്കുന്ന ആളുകളാണ്, കൂലിപ്പണിക്കാരായ ആളുകളുണ്ട്, അവർക്കൊക്കെ റാഹത്ത് കിട്ടിയിട്ടുണ്ട് ലാ ഹൗല എന്ന ദിക്ർ. അത് ഞാൻ പറഞ്ഞതല്ല, ആര് പറഞ്ഞതാ? ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി. ലാ ഹൗല കൻസും മിൻ കുനൂസിൽ ജന്ന, സ്വർഗ്ഗത്തിൽപ്പെട്ട നിധിയാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അത് അനുഭവിച്ചറിയണം എന്ന് പറഞ്ഞാൽ ചെല്ലി അറിഞ്ഞാലേ അറിയുള്ളൂ. തഴവ ഉസ്താദിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അതൊരു ലേഹ്യമാണ്, ഇത് ഡെയിലി കഴിക്കേണ്ട ലേഹ്യവുമാണ്, മുടങ്ങാതെ കഴിക്കേണ്ടതാകുന്ന ലേഖ്യാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ജീവിതം എപ്പോഴും സ്റ്റൈലാ, അതിനൊരു ശക്കുമിൽ ഒരിക്കലും ചിട്ട തെറ്റിപ്പോവരുതേ, അലസതയാൽ ഒഴിക്കരുതേ. ഒറ്റ ദിവസം മുടങ്ങാതെ ചെല്ലുക. എങ്ങനെ ചെല്ലണ്ട? ഞാൻ അതിന് കൈതും കൂടി പറഞ്ഞിരുന്നു. ഷർത്ത് എന്ത്? ബിസ്മി ചേർത്തിട്ട് ചെല്ലണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതിനോട് ചേർക്കാൻ വേണ്ടി ഒരു വാവും കൂടി, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ. അത് 101 പ്രാവശ്യം ചെല്ലുന്ന ആളുകൾ എത്ര പേരുണ്ടെന്ന് കൈവക്കിക്ക്. നിത്യമാക്കിയ ആളുകൾ കഴിഞ്ഞ വർഷം മുതൽ. അള്ളാഹുവിനെ നമ്മുടെ ജീവിതത്തിൽ അത് മുടങ്ങാതെ ചെല്ലാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. ഒരുപാട് സഹോദരിമാർ അത് ചെല്ലുന്നുണ്ട്. ചെല്ലിയത് കാരണമായിട്ട് ദാരിദ്ര്യം നീങ്ങിയത് ഒരുപാട് പേര് എന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ആളുകൾ. വീടില്ലാത്തൊരു സഹോദരി, നമ്മുടെ ഈ സംഘടനയിൽപ്പെട്ട ഒരു സഹോദരന്റെ സഹോദരി കൂടിയാണ്. വീടില്ലാത്തൊരു സഹോദരി ഈ ദിക്ർ പറഞ്ഞു കൊടുത്തു. അവരത് ചെല്ലി 6 മാസം കൊണ്ട് റബീഉൽ അവ്വൽ ഈ കഴിഞ്ഞ മാസത്തിൽ അവർ കുടിയിരിക്കൽ നടത്തി വീട്ടിൽ കയറി താമസിച്ചു. അള്ളാഹു നമുക്കതിനുള്ള സൗഭാഗ്യം തരട്ടെ. വീടില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു നമുക്ക് ഹൈറായ വീട് നൽകി അനുഗ്രഹിക്കട്ടെ. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ കുറച്ച് ചിട്ടകൾ കൊണ്ടുവരണം. കുറച്ച് ചിട്ടകൾ കൊണ്ടുവന്നേ പറ്റൂ. അലസമായിട്ടുള്ള ജീവിതം പോരാ. കടന്നങ്ങ് ഉറങ്ങുക. സുബഹിക്ക് ശേഷം അങ്ങനെ കടന്നുറങ്ങുകയാണ്. ഒരു ബോധമില്ല, സുബഹി നമസ്കാരം പോലും ഇല്ല. ബറക്കത്ത് കെട്ടവനായിരിക്കണമെങ്കിലേ സുബഹിക്ക് ശേഷം ഉറങ്ങ് പരമസുഖത്തിലേ. ബറക്കത്ത് കെട്ടവനായിരിക്കണമെങ്കിലേ സുബഹിക്ക് ശേഷം ഉറങ്ങ് പരമസുഖത്തിലേ. ബറക്കത്ത് കെട്ട മനുഷ്യനാകണമെങ്കിൽ എന്ന് പറഞ്ഞാൽ ബറക്കത്തില്ലാത്തവനാകണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? സുബഹി കഴിഞ്ഞ് ഉറങ്ങിയാൽ മതി എന്ന് ബഹുമാനപ്പെട്ട ശൈഖുന തഴവ ഉസ്താദ്, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അഥവാ സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് ആ ഉദയം, നമ്മുടെയൊക്കെ പള്ളിയിൽ നമ്മൾ എഴുതി വെച്ചിട്ടില്ലേ, ഉദയം 6:25 അല്ലെങ്കിൽ 6:27, 6:30 ഇങ്ങനെ സമയം കാണും അല്ലേ? നമ്മൾ മനസ്സിലാക്കി എന്താ ഇത്? ഈ ഉദയം മനസ്സിലാക്കിയിട്ട് പലരും എന്താ വല്ല യാത്രയ്ക്ക് പോകുന്നുണ്ടോ? ഈ ഉദയം എഴുതാൻ കാരണം അതുവരെ സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് അതുവരെ ഇരുന്നു കൊണ്ട് ദിക്ർ ചെല്ലുന്നവർക്ക് വലിയ ശ്രേഷ്ഠതയാണ്, വലിയ പവിത്രതയാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. നമ്മുടെ ദിക്റും ഔറാദും ഒക്കെ ആ സമയത്തൊക്കെ കൊണ്ട് വെച്ചാൽ വലിയ മഹത്വമാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. യാസീൻ സൂറത്ത് ഓതാം, ഇദാ വഖഅത്ത് സൂറത്ത് ഓതാം, അർ-റഹ്മാൻ ഓതാം, തബാറക സൂറത്ത് ഓതാം. സബഉൽ മുൻജിയാത്ത് എന്നറിയപ്പെടുന്ന രക്ഷയുടെ കവാടങ്ങളാകുന്ന സൂക്തങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് പ്രവാചകൻ. ആ സൂറത്തുകൾ ഓതാം. ആ സമയത്ത് ഓതി കഴിഞ്ഞാൽ പെട്ടെന്ന് ആ സമയം കഴിഞ്ഞു. അരമണിക്കൂർ 3/4 മണിക്കൂർ ഉണ്ടാവുള്ളൂ. ഈ ഉദയ സമയം വരെ ഉറങ്ങാൻ പാടില്ല. സുബഹി നമസ്കരിച്ചിട്ട് ഉദയ സമയം വരെ ഉറങ്ങാൻ പാടില്ല. ഒരാൾക്ക് ക്ഷീണമുണ്ട്, യാത്രയിൽ ക്ഷീണമാണ്, അദ്ദേഹം ആ സമയത്തിന് ശേഷം ഉറങ്ങലാണ് നല്ലത്. നിത്യേന ഡെയിലി ഒരാൾ സുബഹി കഴിഞ്ഞ് അങ്ങനെ ഉറക്കം ശീലിച്ചാൽ ബറക്കത്തവന്റെ ജീവിതത്തിൽ ഉണ്ടാവൂല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ.
ഞാനിത് പറയാനുള്ള കാരണം ഇന്ന് മുസ്ലിം സഹോദര സഹോദരിമാരിൽ ഏറ്റവും കൂടുതൽ അപകടം പെടുന്നിരിക്കുന്ന ഈ വിഷയത്തിലാണ്. സുബൈ കഴിഞ്ഞിട്ട് ഈ സമയത്തുള്ള ഉറക്കം, പ്രത്യേകിച്ച് സഹോദരങ്ങൾ ചെറുപ്പക്കാരായ ആളുകൾ മടിയന്മാരാകുന്നത്, അലസന്മാരാകുന്നത്, ജോലി ഇല്ലാതാകുന്നത്, കച്ചവടമില്ലാതാകുന്നതിന്റെ ഒക്കെ മർമ്മപ്രധാന കാരണം എന്താ? സുബൈ കഴിഞ്ഞ ഉടനെയുള്ള ഉറക്കാണ്. അത് മാറ്റണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. രാവിലെ വ്യായാമത്തിന് നീ പള്ളിയിലേക്ക് കൊണ്ട് പോകും, സുബൈ നിസ്കരിക്കാൻ പള്ളിയിൽ പോ. സുബൈ നമസ്കാരം കഴിഞ്ഞിട്ട് അവിടെ ഇരുന്നിട്ട് അരമണിക്കൂർ ഖുർആൻ ഓതാൻ അറിയില്ലെങ്കിൽ തസ്ബീഹ് എടുത്ത് ദിക്ർ ചൊല്ല്. ഇനി ഒന്നും വേണ്ട, അവിടുന്ന് ഇറങ്ങി തിരിച്ച് വീട്ടിലേക്കുള്ള നടത്തത്തിൽ അല്ലെങ്കിൽ കവലയിലേക്കുള്ള നടത്തത്തിൽ 10 ദിക്ർ ചൊല്ല്. ആ ഉദയത്തിന്റെ സമയം കഴിഞ്ഞിട്ടേ ക്ഷീണമുള്ള ആളുകൾ അല്പം കടക്കാവുള്ളൂ, അല്ലാതെ കടക്കാൻ പാടില്ല. അള്ളാഹു തൗഫീഖ് തരട്ടെ. കാരണം ഇത് ഫിത്നയുടെ കാലഘട്ടമാണ്. ഇത് ഫിത്നയുടെ കാലഘട്ടമാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തിയില്ലയോ, സയഅതി അലന്നാസി സമാൻ ഫിത്നത്തുൽ ളറാ ബഅദ ഫിത്നത്തിൻ സറാ. ഒരു കാലഘട്ടം എന്റെ പ്രിയപ്പെട്ട സമുദായത്തിന് കടന്നു വരാനുണ്ട് സാബ. ആ കാലഘട്ടത്തിൽ ഫിത്നയാണ് ഉണ്ടാവുക. എങ്ങനത്തെ ഫിത്നയെന്നറിയുമോ? ഫിത്നത്തുൽ ളറാ ബഅദ ഫിത്നത്തിൻ സറാ. സുഭിക്ഷതയുടെ കാലഘട്ടം കൊണ്ടുള്ള ഫിത്നയ്ക്ക് ശേഷമാണ് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, സാമ്പത്തിക പരാധീനതകൾ അനുഭവിക്കുന്ന, കഷ്ടപ്പാടുകൾ ഉണ്ടാവുന്ന ഒരു കാലഘട്ടം അവർക്ക് കടന്നു വരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കാലഘട്ടം അല്ലേ ഇത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കും. നിങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിക്കുക. ആ കാലഘട്ടം അല്ലേ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കും. ഫിത്നത്തുൽ ളറാ. എന്നാൽ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഈ ഫിത്നത്തുൽ ളറാ എന്ന സംഗതി എല്ലാവർക്കും പിടികൂടുന്ന സംഗതിയാണ്. എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല, അമുസ്ലിമീങ്ങൾക്കും പിടിപെടും. അതുകൊണ്ടാണല്ലോ ഇപ്പൊ നോട്ട് നിരോധിച്ചിട്ട് ഇപ്പൊ ആർക്കാ ഏറ്റവും കൂടുതൽ കുഴപ്പം? എല്ലാവർക്കും പെട്ടു, എല്ലാരും ബുദ്ധിമുട്ടി അല്ലേ? മുസ്ലിമീങ്ങൾ മാത്രമല്ല, ഇതര സമുദായത്തിലേതാകുന്ന പാവപ്പെട്ട സഹോദരങ്ങളൊക്കെ അതിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഫിത്നത്തുൽ ളറാ എല്ലാരെയും പ്രയാസപ്പെടുത്തുന്നുണ്ട്. ഇപ്പൊ ന്യൂ ഇയറിന്റെ തന്നെ വാർത്ത എന്താ? പെട്രോളിനും ഡീസലിനും വില കൂട്ടി. ഫിത്നത്തുൽ ളറാ ആണത്. എല്ലാവർക്കും ഫിത്നയാണ് മൊത്തത്തിൽ. സാമ്പത്തിക ബുദ്ധിമുട്ട്, കൺസ്ട്രക്ഷൻ വർക്കുമായി മുന്നോട്ട് പോയവർക്ക് അതിന്റെ പ്രയാസം. അതുപോലെ തന്നെ വീട് എടുക്കാൻ വേണ്ടി ജോലിക്കാര് പണി അന്വേഷിച്ചുകൊണ്ട് എത്രയോ സഹോദരങ്ങളാണ്. ബംഗാളികൾക്ക് നാട്ടിൽ നിന്ന് അങ്ങോട്ട് തിരിച്ചു പോവാണ്, റിട്ടേൺ പോവാ. മുമ്പ് ബംഗാളികൾ ലീവിന് പോയിക്കൊണ്ടിരുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് ആന്ധ്രാപ്രദേശത്തിലേക്ക് ബസ് പിടിച്ച്, ടൂറിസ്റ്റ് ബസ് പിടിച്ച്, AC പിടിപ്പിച്ചിട്ട്, AC ഉള്ള ബസ്സിൽ പിടിപ്പിച്ച് അതിൽ യാഹത്തായിട്ട് യാത്ര ചെയ്തു. 3 ലക്ഷം രൂപയാണ് ബസ്സിന് കൂലി കൊടുത്തത്. 3 ലക്ഷം രൂപ. കോട്ടയത്ത് നിന്ന് യാത്ര പോയതാണ്, നമ്മുടെ നാട്ടിൽ കുമ്മനത്ത് നിന്ന് യാത്ര പോയതാണ്. ഞാനത് പറയാൻ കാരണം നമ്മുടെ ഒരു സഹോദരനാണ് അതുമായി ബന്ധപ്പെട്ടത് കൊടുത്തത്, എല്ലാം കറക്റ്റ് ചെയ്ത് കൊടുത്തത് കൊണ്ടാണ്. 3 ലക്ഷം രൂപ. അത്രത്തോളം വരുമാനം നമ്മുടെ ഈ നാട്ടിൽ വന്ന് ഉണ്ടാക്കി കൊണ്ടുപോകുന്നു ബംഗാളികൾ. പക്ഷെ നമ്മൾ അധ്വാനശീലരാകുന്നില്ല. നമുക്കിപ്പോഴും പ്രവാസ ലോകമാണ് അല്ലേ? ഇവിടെ കിട്ടുന്ന 15,000 അവിടെ കിട്ടിയാലും ഒക്കെ നമുക്ക് റാഹത്താണ്. ആ രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വിപത്തുകളൊക്കെ. നമ്മളൊന്ന് അധ്വാനിക്കാൻ തയ്യാറാകണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഫിത്നത്തുൽ ളറാ പിടികൂടും മുഹമ്മദ് റസൂലുള്ളാഹി. ഈ ഫിത്നത്തുൽ ളറാ വരുന്നത് സാമ്പത്തിക പ്രശ്നം മാത്രമല്ല, IS ഭീകരരെന്ന് പറയുന്നത് പോലെ മുസ്ലിം സഹോദരങ്ങളെ മാത്രമായി, സഹോദരിമാരെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടവുമായിരിക്കും അതെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അങ്ങനെ ആ കാലഘട്ടം മുന്നോട്ട് പോകുമ്പോ ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, സയഅതി അലന്നാസി ബഅദ ദാലിക ഫിത്ന. ഫിത്നത്തുൽ ളറായിലൂടെ സുഭിക്ഷതയുടെ കാലഘട്ടത്തിന് ശേഷമുള്ള ളറാഉൽ ബുദ്ധിമുട്ടിൻ്റെതാകുന്ന പ്രയാസത്തിന്റെ കാലഘട്ടം ജനങ്ങൾക്ക് വന്ന് നിൽക്കുമ്പോ ഒരു ഫിത്ന കൂടി കടന്നു വരും സാബാ. ഫിത്നത്തുൻ അമിയാ സമ്മാ. കണ്ണും കാതും അടപ്പിക്കുന്ന ഫിത്നയായിരിക്കും അതെന്ന് നബിയുനാ റസൂലുള്ളാഹി.
കണ്ണും കാതുമടപ്പിക്കുന്ന ഫിത്നയാണ് രണ്ടാമതായി കടന്നു വരിക. നമ്മൾ ചിന്തിച്ചു നോക്ക്, ഞാൻ വെറുതെ പറയല്ല, നമ്മുടെ ഈ കാലഘട്ടത്തിന്റെ അവസ്ഥ ചിന്തിച്ചു നോക്ക്. ഒരു 25 കൊല്ലം മുമ്പ് ഇങ്ങോട്ട് 80 അല്ലെങ്കിൽ 85 കാലഘട്ടം മുതൽ 2010 വരെയുള്ള കാലഘട്ടത്തിൽ സുഭിക്ഷതയായിരുന്നു. വീടില്ലാത്ത പലർക്കും വീട് വെക്കാൻ തൗഫീക്ക് കിട്ടി. റാഹത്താകുന്ന രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. വിവാഹ ജീവിതം നടന്നു. ആ വിവാഹ ജീവിതത്തിൽ സാലിഹ്യങ്ങളാകുന്ന മക്കളായി. നല്ലൊരു വാഹനമുള്ളവരുണ്ട്, നല്ല വീട് വെച്ചവരുണ്ട്, നല്ല കുടുംബം, നല്ല അന്തരീക്ഷത്തിൽ പോകുന്നവരുണ്ട്, ബിസിനസ് റാഹത്തായ നിലയിൽ പോകുന്നവരുണ്ട്. ആ ഒരു കാലഘട്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഓട്ടോ വിളിച്ചിട്ട് 90 രൂപയുടെ ഓട്ടോ ആയിട്ടുള്ളെങ്കിലും 100 രൂപ അങ്ങോട്ട് ഓട്ടോക്കാരന് കൊടുക്കും, അല്ലെ? 10 രൂപ നീ വെച്ചോ എന്ന് പറയും. അതാണ് സുഭിക്ഷത. അള്ളാന്റെ റസൂൽ പറഞ്ഞത് അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടാകും, അത് ഫിത്നയാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി. സുഭിക്ഷതയുടെ ഒരു കാലഘട്ടത്തിന് ശേഷം പിന്നീട് വരുന്നതാണ് ഫിത്നത്തുൽ ളറാ, ബുദ്ധിമുട്ടുള്ള കാലഘട്ടം. മുഹമ്മദുർ റസൂലുള്ളാഹി അല്ലേ? ഞാൻ പറഞ്ഞത് വെറുതെ അല്ല. എത്ര ജോഡി ചെരുപ്പ്, എത്ര ജോഡി ഡ്രസ്സുകൾ സുഭിക്ഷതയായിരുന്നു. എവിടെ നോക്കിയാലും ആഹാരം ഇഷ്ടം പോലെ വാരി വിതറുകയാണ്. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും മാംസാഹാരം കൊടുക്കണം കുടുംബത്തിനെന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധ ശരീഅത്തുൽ ഇസ്ലാം. അത് വ്യക്തമായി രേഖപ്പെടുത്തിയ ഗ്രന്ഥമാണ് ഫത്ഹുൽ മുഈൻ. ആഴ്ചയിൽ ഒരു ദിവസം കുടുംബത്തിന് മാംസാഹാരം കൊടുത്തിരിക്കണം എന്ന് പറഞ്ഞ ആ ഗ്രന്ഥത്തെ നമ്മൾ വിലയിരുത്തുക മാത്രമല്ല, ഡെയിലി വീട്ടിലേക്ക് മാംസാഹാരം കടന്നു വരുന്ന ഒരു അന്തരീക്ഷമായിരുന്നു ഈ കഴിഞ്ഞ 10 വർഷം അല്ലെങ്കിൽ 20 വർഷം നമുക്കുണ്ടായിരുന്നു. എല്ലാ ദിവസവും നമ്മൾ മീൻ വാങ്ങും, എല്ലാ ദിവസവും ഇറച്ചി വാങ്ങും. എന്നാൽ ഇനി ഒരു ഫിത്നയുടെ കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആര് പറയാൻ? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഫിത്നത്തുൽ ളറാ, സാമ്പത്തികപരമായി പ്രയാസം, ശാരീരികപരമായി പ്രയാസം, ജോലിയില്ലാത്ത അവസ്ഥ, മൊത്തത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ട്, അങ്ങനെ വരെ സാമ്പത്തിക മാന്ദ്യം പിടികൂടുകയാണ്. ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് അടുത്ത ഫിത്ന വരുന്നത്. അതേതാ ഫിത്ന? ഫിത്നത്തുൻ അമിയാ ഉസമ്മാ, കണ്ണും കാതും അടപ്പിക്കുന്ന ഫിത്നയായിരിക്കും അതെന്ന് നബിയുനാ റസൂലുള്ളാഹി, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് മിമ്പറിൽ കൈവച്ചുകൊണ്ട് പറയുകയാണ്, സഹാബാ, ഈ ഫിത്ന മുസ്ലിമീങ്ങൾക്ക് മാത്രമാ. ഫിത്നത്തുൽ ളറാ അഥവാ സാമ്പത്തിക പ്രശ്നങ്ങൾ ലോകർക്ക് മുഴുവനും ഉണ്ടാവുമെങ്കിൽ ഫിത്നത്തുൻ അമിയാ ഉസമ്മാ, കണ്ണും കാതും അടപ്പിക്കുന്ന ഫിത്ന മുസ്ലിമീങ്ങൾക്ക് മാത്രമായിരിക്കും ഉണ്ടാവുക എന്ന് നബിയുനാ റസൂലുള്ളാഹി. അഥവാ മുസ്ലിമീങ്ങൾ കൈകാലിട്ടടിച്ചുകൊണ്ട് രക്ഷിക്കണേ എന്ന് ലോകത്തോട് യാചിച്ചാലും കേണപേക്ഷിച്ചാലും ഒരാൾ പോലും അവരെ കേൾക്കൂല, ഒരാൾ പോലും അവരെ കണ്ടെന്ന് വരുത്തൂല. കണ്ടില്ലയോ നിങ്ങൾ മ്യാൻമറിലെ റോഹിംഗ്യൻ മുസ്ലിമീങ്ങൾ, പാവപ്പെട്ടതാകുന്ന സഹോദരങ്ങൾ അവരുടെ ശരീരത്തിലേക്ക് കുന്തം കുത്തിയിറക്കിയിട്ട് പച്ചയ്ക്ക് കൊണ്ടുവന്നിട്ട് കത്തിക്കുന്നത് കണ്ടില്ലയോ? അവരുടെ ശരീരത്തിലേതാകുന്ന അവയവങ്ങൾ ഇഞ്ചിഞ്ചായി മുറിച്ചത് കണ്ടില്ലയോ? കുടൽമാല വെളിയിലേക്ക് ചാടിച്ചത് കണ്ടില്ലയോ? വാട്സാപ്പിലും ഫേസ്ബുക്കിലുമായിട്ട് അതിന്റെ ഫോട്ടോകൾ കൊണ്ട് നിറഞ്ഞില്ലയോ? മുസ്ലിമേ, മുസ്ലിമേ, ആ പാവപ്പെട്ടതാകുന്ന മുസ്ലിമീങ്ങൾ അവരെ സഹായം അപേക്ഷിച്ചിട്ട് പോലും ഒരു അറബ് ലീഗ് അവരെ സഹായിക്കാനില്ല, ഒരു ഐക്യരാഷ്ട്ര സഭ അവരെ തിരിഞ്ഞു നോക്കാനില്ല, ഒരു ആള് പോലും ആ പാവപ്പെട്ട മുസ്ലിമീങ്ങളുടെ രോദനം കേൾക്കാൻ ഇല്ലേ ഇല്ല. ഇതാണ് പ്രവാചകൻ പറഞ്ഞത്. ഒരു കാലഘട്ടം കടന്നു വരും സഹാബാ, ഫിത്നത്തുൻ അമിയാ ഉസമ്മാ, കണ്ണും കാതും അടപ്പിക്കുന്ന ഫിത്നയായിരിക്കും അത്. അന്ന് മുഅ്മിനീങ്ങൾ വിളിച്ച് കേണപേക്ഷിച്ചാലും ഒരാൾ പോലും രക്ഷയ്ക്ക് വരൂല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ പറയാ, ഫൈദാ ഖീല ഇൻഖലത് തമാദ്ദത്, ഫൈദാ ഖീല ഇൻഖലത് തമാദ്ദത്. പലരും പറയും ആ പ്രശ്നമൊക്കെ തീർന്നു, കെട്ടടങ്ങി, IS ഭീകരെന്നുള്ള വർത്താനമൊക്കെ ഇപ്പൊ ഇല്ല എന്നൊക്കെ പറയും. പക്ഷേ തമാദ്ദത്, അതിങ്ങോട്ട് പറഞ്ഞു തീരേണ്ട താമസം അത് നീണ്ടു നീണ്ടു കിടക്കും. മുഹമ്മദുർ റസൂലുള്ളാഹി, അത് മാറിപ്പോകൂല. ഇത് ആരൊക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ? ഉറക്കെ പറയും മനുഷ്യന്മാർ, ആർക്ക് മാത്രമേ ഉള്ളൂ? മുസ്ലിമീങ്ങൾക്ക് മാത്രം. ആരാ ഇത് പറയുന്നത്? നബിയുനാ റസൂലുള്ളാഹി.
അള്ളാന്റെ റസൂല് പറയാ, എത്രത്തോളം അന്ന് ഈ ഫിത്തിന നിങ്ങൾക്ക് കടന്നു വന്നിട്ടില്ല എങ്കിൽ, മുസ്ലിമീങ്ങൾക്ക് വന്നിട്ടില്ല എങ്കിൽ അവരുടെ അംഗത്തെ പറ്റി അവർ പ്രത്യേകം ശ്രദ്ധിക്കട്ടെ എന്ന് പറഞ്ഞാൽ, ഞാൻ മുസ്ലിമാണോ എന്ന് ഓരോരുത്തരും ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആ സമയത്ത് അവർക്ക് ആ ഫിത്തിന വന്നിട്ടില്ല എങ്കിൽ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി, മുസ്ലിമീങ്ങൾക്ക് അത് വരും എന്നാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അത് പ്രശ്നങ്ങൾ കെട്ടടങ്ങി എന്ന് പറഞ്ഞാലും തമാദ്ദത്ത് വീണ്ടും വീണ്ടും അത് നീണ്ടു നിൽക്കും. മുഹമ്മദ് റസൂലുള്ളാഹി ലാ യൻജൂ മിൻഹാ ഇല്ലാ മൻ നജാ കദുആഇൽ ഖരീഖ് ഫിൽ ബഹരി. എൻ്റെ പ്രിയപ്പെട്ട അഴുക്കോട് ജട്ടിയിലുള്ള പ്രിയപ്പെട്ട ഉമ്മമാരോട്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, ആയിരക്കണക്കാകുന്ന വിശ്വാസികളോട് കുമ്മനം ഉസ്താദിന് ഒന്ന് മാത്രമേ ഓർമ്മപ്പെടുത്താനുള്ളൂ. ഇത് പറഞ്ഞു തരാൻ പ്രവാചകൻ നമുക്കിന്നില്ല. ഇത് പറഞ്ഞു തരാൻ ഇന്ന് ഉലമാക്കളെയുള്ളൂ, പണ്ഡിതന്മാരെയുള്ളൂ. അള്ളാഹുവിന്റെ അമ്പിയാക്കളുടെ അനന്തരാവകാശികളാകുന്ന ഉലമാക്കളെ ഇത് പറഞ്ഞു തരാനുള്ളൂ. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, സഹാബാ സഹാബാ ലാ യൻജൂ മിൻഹാ ഇല്ലാ മൻ ദആ കദുആഇൽ ഖരീഖ് ഫിൽ ബഹരി. സമുദ്രത്തിൽ കടന്നുകൊണ്ട് എന്നെയൊന്ന് രക്ഷിക്കണേ, എന്നെയൊന്ന് രക്ഷിക്കണേ, എന്നെയൊന്ന് കരകയറ്റണേ എന്ന് നീന്തലറിയാത്ത മനുഷ്യൻ കടന്നുകൊണ്ട് അവന്റെ ജീവൻ അപകടത്തിൽ പെടുന്ന സമയത്ത് നിലവിളിച്ചുകൊണ്ട് ദുആ ഇറക്കുന്നത് പോലെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ഇറക്കുന്ന മുഅ്മിനല്ലാതെ രക്ഷപ്പെടൂല എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഈ കാലഘട്ടത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഡിസംബറിന്റെ കറുങ്കോച്ചെന്ന തണുപ്പ് വിട്ടിട്ടില്ലാത്ത ഈ ജനുവരി മാസത്തിൽ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനെ പുതച്ചൂടി നീ കടങ്ങരുതേ, നീ പുതച്ചു മൂടി കടക്കരുതേ. തഹജ്ജുദ് നമസ്കരിക്കണേ, റബ്ബിലേക്ക് പൊട്ടിക്കരുത് ദുആ ഇറക്കണേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് ഓർമ്മപ്പെടുത്തുകയാണ്, പാവപ്പെട്ട മുസ്ലിമീങ്ങളെ മാത്രമായി ലക്ഷ്യമിട്ടുകൊണ്ട് ഒരു ഫിത്തിന കടന്നു വരാനുണ്ട് സാബാ, ഒരു ഫിത്തിന കടന്നു വരാനുണ്ട് സാബാ. അന്ന് മുസ്ലിമീങ്ങൾ കടന്ന് നിലവിളിച്ചാൽ ഒരാൾ പോലും തിരിഞ്ഞു നോക്കൂല, ഒരൈക്യരാഷ്ട്രസഭ അവരെ രക്ഷിക്കാനുണ്ടാവൂല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിന്നീട് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, പ്രവാചകരും ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് റബ്ബിലേക്ക് ദുആ ചെയ്താലല്ലാതെ ആ സമയത്ത് രക്ഷപ്പെടില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ഞാൻ ഈ ദുആഅക്ക് ആദ്യം നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തിയത്. നരകത്തെ കാവലുള്ളതാകുന്ന ഈ ദുആഅക്ക് നമ്മുടെ ജീവിതത്തിൽ നിത്യമാക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഈ കാലഘട്ടത്തിൽ തന്നെയാണ് മുസ്ലിമീങ്ങളുടെ കൈകളിലിരിക്കുന്നതാകുന്ന ഇസ്ലാമിക രാഷ്ട്രമാകുന്ന തുർക്കി നഷ്ടപ്പെടുക. മുഹമ്മദ് റസൂലുള്ളാഹി. തുർക്കി ആരുടെ രാഷ്ട്രമാണ് ഇപ്പം? ഞാൻ എന്റെ പ്രസംഗത്തിൽ തന്നെ അത് പറഞ്ഞു, എന്നിട്ട് നിങ്ങൾക്ക് ശ്രദ്ധിച്ചില്ലേ? മുസ്ലിങ്ങളുടെ കയ്യിലിരിക്കാൻ ഇപ്പോൾ കുറച്ച് ലോകാര്യം പറയാൻ പോകുന്നു. ശ്രദ്ധിച്ചോ. ഇനി ഒരു നടക്കാൻ പോകുന്ന ഒരു സംഗതി ആയതുകൊണ്ടാണ് ഇത് പറയാൻ പോകുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 1400 വർഷം മുമ്പ് അവിടുത്തെ സുന്ദരമായ നാവിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, തുർക്കി നഷ്ടപ്പെടുമത്രേ, മുസ്ലിമീങ്ങളുടെ കയ്യിലിരിക്കുന്ന തുർക്കി നഷ്ടപ്പെടുമത്രേ. നബിയുനാ റസൂലുള്ളാഹി ഈ കണ്ണും കാതുമടപ്പിക്കുന്ന ഫിത്തന ഇങ്ങനെ നിലനിൽക്കുമ്പോ ഇന്ന് മുസ്ലിമീങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ തുർക്കി നഷ്ടപ്പെടുമെന്ന് ആര് പറയാ? നബിയുനാ റസൂലുള്ളാഹി. അതൊന്ന് ശ്രദ്ധിക്കണം. അത് ശ്രദ്ധിക്കുന്ന സഹോദരങ്ങൾ, ഇതര സമുദായത്തിലെ സഹോദരങ്ങൾ എന്റെ ഈ ശബ്ദം ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഈ വാക്ക് പുലരുമ്പോ ഇൻഷാ അല്ലാഹ് ഒരു മുസ്ലിമീങ്ങളാകും. അല്ലാഹു തൗഫീഖ് തരട്ടെ. കാരണം റസൂലുള്ളാഹി 1400 വർഷം മുമ്പ് പറഞ്ഞു വെച്ചതല്ലേ. അതിപ്പോ നമ്മളിപ്പോ വെളിപ്പെടുത്തി. ഇപ്പൊ മുസ്ലിമീങ്ങളുടെ കയ്യിലുള്ള ഈ രാഷ്ട്രം നഷ്ടപ്പെടുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അതൊരു ചെറിയ സംഭവമല്ല, ഇനി വരാനിരിക്കുന്ന ഒരു സംഭവമാണ്. തുർക്കി 2 പ്രാവശ്യം മുസ്ലിമീങ്ങൾ പിടിച്ചടക്കി. 2ാമത്തെ പ്രാവശ്യമാണ് ഇപ്പൊ നമ്മുടെ കയ്യിലുള്ളത്. ഒന്ന് സ്വഹാബത്തിന്റെ കാലഘട്ടത്തിൽ പിടിച്ചടക്കിയിട്ടുണ്ട്. സ്വഹാബത്തിന്റെ കാലഘട്ടത്തിൽ പിടിച്ചെടുത്തിട്ടുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറഞ്ഞില്ലയോ, സ്വഹാബാ
അടുത്ത സമയത്ത് തന്നെ നിങ്ങൾ തുർക്കി പിടിച്ചെടുക്കുമേ, തുർക്കി നിങ്ങൾ പിടിച്ചെടുക്കുമേ, അതിൽ നിങ്ങൾ അണിചേരണേ, അത് വലിയ കൂലിയുള്ളതാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ആ ധർമ്മസമരത്തിന് വേണ്ടി അനുയായികൾ പോകുമ്പോ അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു തആല അൻഹു അതിന്റെ നേതൃപടവും അലങ്കരിച്ചിരുന്നു അത്രേ. അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലാണ് തുർക്കി പിടിച്ചിട്ട്. ആരാ അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു? ആരാ അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു? അദ്ദേഹത്തിന്റെ വീട്ടുമുപ്പടിക്കലാണ് അള്ളാന്റെ റസൂലിന്റെ ഒട്ടകം വന്ന് മുട്ടുകുത്തിയത്. പണ്ട് നമ്മൾ മദ്രസയിൽ പഠിച്ച ചരിത്രമാണ്. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പലായനം ചെയ്ത് കടന്നു വരുമ്പോ അബൂ അയ്യൂബ് അൽ അൻസാരിയുടെ വീട്ടുപടിക്കലാണ് ഒട്ടകം മുത്തുകുത്തിയത്. ആ അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹുവിന്റെ കാര്യമാണ് നമ്മൾ ഈ പറയുന്നത്. അദ്ദേഹം ഈ തുർക്കി പിടിച്ചെടുക്കുന്നതിനുള്ള സഹാബത്തിന്റെ കൂടെ പോവുകയും വിജയശ്രീലാളിതരായി തുർക്കി അവരുടെ കയ്യിൽ അഥവാ ഇസ്ലാമിക രാഷ്ട്രമാവുകയും ചെയ്തു. നീ തെറ്റിദ്ധരിക്കരുത്, എന്റെ വാക്ക് കേട്ടിട്ട് തുർക്കി പിടിച്ചെടുക്കാന്ന് പറഞ്ഞതിലൂടെ വാളും വരിചേട്ട് പോയി തലവെട്ടിക്കളഞ്ഞ് കൈകാലുകൾ ഛേദിച്ചിട്ട് അംഗവൈകല്യം ഉണ്ടാക്കുക എന്ന അർത്ഥത്തിലല്ല നമ്മുടെ പിടിച്ചെടുക്കൽ എന്ന് പറഞ്ഞാൽ. ഇത് ധർമ്മസമരമാണ്. മുസ്ലിമീങ്ങളുടെ പിടിച്ചെടുക്കൽ എന്ന് പറഞ്ഞാൽ ഇസ്ലാമികമാകുന്ന ആശയങ്ങളും ആദർശങ്ങളും ആ സമുദായത്തിൽ, ആ ജനങ്ങളിൽ സ്വാതന്ത്ര്യം ഉണ്ടാക്കി കൊടുക്കുക. അതാണ് പിടിച്ചെടുക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. മനസ്സിലായില്ലേ? ഇസ്ലാമികമാകുന്ന ആശയവും ആദർശങ്ങളും അവർക്ക് നടപ്പിലാക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാക്കി കൊടുക്കുക. അതിനുവേണ്ടി തുർക്കി ഇസ്ലാമിക രാഷ്ട്രമായി. അതിനുശേഷം മുസ്ലിമീങ്ങളുടെ കയ്യിൽ നിന്ന് വീണ്ടും നഷ്ടപ്പെട്ടു. പിന്നീട് രണ്ടാമത് മുസ്ലിമീങ്ങൾ പിടിച്ചതാണ് AD 15-ാം നൂറ്റാണ്ടിൽ പിടിച്ചെടുക്കുന്നത്. ആ പിടിച്ചെടുക്കലാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അന്ന് തുർക്കി പിടിച്ചെടുത്ത സമയത്ത് അന്നവിടെ ഉണ്ടായിരുന്നതാകുന്ന ഓർത്തഡോക്സ് വിഭാഗക്കാർ റഷ്യയിലേക്ക് പലായനം ചെയ്തു. തൊട്ടടുത്തുള്ള രാജ്യമാണ് റഷ്യ. അങ്ങോട്ട് പലായനം ചെയ്തു. ഇന്ന് റഷ്യയിൽ 77% ഓർത്തഡോക്സുകാരാണ്. റഷ്യൻ നേവി ബേസ് 6 ഭാഗങ്ങളിലായിട്ട് 6 നേവി ബേസ് ഇപ്പോൾ തന്നെ റഷ്യയുടെ ഭാഗങ്ങളിൽ അഥവാ തുർക്കിയുടെ അറ്റത്തായിട്ട് അവർ ഇപ്പോൾ തന്നെ താവളം അടിച്ചിട്ടുണ്ട്. ലേറ്റസ്റ്റ് ന്യൂസാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. അഥവാ ഏത് നിമിഷവും തുർക്കി പിടിച്ചെടുക്കാം. ആര് പിടിച്ചെടുക്കും? റഷ്യ പിടിച്ചെടുക്കും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ റഷ്യ തന്നെ പിടിച്ചെടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അള്ളാന്റെ റസൂൽ പ്രവചിച്ച വചനങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി നടക്കാൻ പോകുന്ന സംഭവം. എന്തെങ്കിലും ഒരു ദിവസം പത്രം എടുത്ത് നോക്കിയിട്ട് യുദ്ധം തുടങ്ങാണ്, റഷ്യയും തുർക്കിയും തമ്മിൽ യുദ്ധം. അപ്പൊ നിങ്ങൾ മനസ്സിലായി ഉസ്താദ് പറഞ്ഞ സംഭവം എത്തിയിട്ടുണ്ട്, നിങ്ങൾക്ക് തിരിയും. ആരാ ഇത് പറഞ്ഞിരിക്കുന്നത്? മുഹമ്മദ് റസൂലുള്ളാഹി. ഇത് വന്നതിന് ശേഷം പിന്നെ ആയത്തോ ദിവസവും കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഇത് ആദ്യം കൊണ്ട് ഓർമ്മപ്പെടുത്തുന്നത്. ഇത് ചിലപ്പോൾ അടുത്ത കൊല്ലം എന്ന് പറയാൻ വരുമ്പോൾ സംഭവം ചിലപ്പോൾ നടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അന്ന് ആയത്തോ ദിവസം ഓതി പറഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ കാര്യമില്ല. ഇനി മുതൽ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് തരട്ടെ. ഏതാ തുർക്കി? ഇന്ന് തുർക്കിയിലെ ഇസ്താംബൂളിൽ വെടിവെപ്പുണ്ടായി. നിശാ ക്ലബ്ബിൽ വെടിവെപ്പുണ്ടായിട്ട് 39 പേര് മരിച്ചു എന്ന് പ്രമുഖ പത്രങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുത്തശ്ശി പത്രങ്ങളിലൊക്കെ ഉണ്ട്, ഫ്രണ്ട് പേജിലുണ്ട്. പലരും ദർശിച്ചിട്ടുണ്ടാവും. ആ തുർക്കിയിൽ. കാരണം എന്താ? അവിടെ ഇപ്പോൾ അനിസ്ലാമികത കടന്നു വരുന്നു. നിശാ ക്ലബ്ബുകൾ, രാത്രി സമയത്തുള്ളതാകുന്ന പാട്ടും കൂത്തുകൾ കടന്നു വന്നു. അതുകൊണ്ട് തന്നെ അത് മുസ്ലിമീങ്ങളുടെ കയ്യിലും നഷ്ടപ്പെടും. ദീനില്ല, ദീൻ നഷ്ടപ്പെടുകയാണ് അവിടെ. ദീൻ നഷ്ടപ്പെടുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനില്ലാത്ത ആളുകളുടെ മേൽ അത് ദീനപ്പെടുത്താണ്. ഇങ്ങനെ തുർക്കി നഷ്ടപ്പെട്ടുകൊണ്ട് ജനങ്ങൾ മുഴുവനും പ്രയാസത്തിലാ. ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും പ്രയാസത്തിലാണ്. എല്ലാവരും സാമ്പത്തികമായി പരാധീനം അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന മക്കയില് മഖാം ഇബ്രാഹിമിന്റെ ചാരത്തൊരു മനുഷ്യൻ വരുക. അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ജനങ്ങൾ ഓടിച്ചെല്ലും അത്രേ. അദ്ദേഹത്തിന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് മദീനക്കാര് ബൈഅത്ത് ചെയ്യുമത്രേ. പിന്നെ മക്കക്കാര് വന്നുകൊണ്ട് ബൈഅത്ത് ചെയ്യുമത്രേ. പിന്നെ ഇറാഖികൾ ബൈഅത്ത് ചെയ്യുമത്രേ. പിന്നെ ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും അദ്ദേഹത്തെ ഖലീഫയായി പ്രഖ്യാപിക്കുമത്രേ. അദ്ദേഹത്തിന്റെ പേരാണ് മഹദി ഇമാമെന്ന് നബിയുനാ റസൂലുള്ളാഹി. യുആതിഉ ഇസ്മി ബിഇസ്മിഹി വഇസ്മു അബീഹി ബിഇസ്മി അബീ.
മിൻ ഔലാദി ഫാത്തിമ മിൻ സുലാലത്തി ഹസൻ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് ഓർമ്മപ്പെടുത്തുകയാണ്, സഹാബത്തെ മഹദി ഇമാം കടന്നു വരുന്ന സമയമാ. അദ്ദേഹം പരിശുദ്ധമാക്കപ്പെട്ട ഹറം ഷരീഫിൽ മഖാം ഇബ്രാഹിമിന്റെ സ്ഥലത്ത് വന്നുകൊണ്ടിരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി മിൻ ഔലാദി ഫാത്തിമ. മദീനക്കാരനാണ് ബഹുമാനപ്പെട്ട മഹദി ഇമാം. എന്റെ മകളാകുന്ന ഫാത്തിമയുടെ മക്കളിൽപ്പെട്ടതാണ്. മിൻ സുലാലത്തി ഹസൻ, ഹസനിന്റെ പേരക്കുട്ടിയാണ്, ഹസനിന്റെ പരമ്പരയിൽപ്പെട്ടതാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. യുആതി ഇസ്മി ബിഇസ്മിഹി, എന്റെ പേര് അദ്ദേഹത്തിന്റെ പേരുമായി സാമ്യമുള്ളതാണ്, അഥവാ മുഹമ്മദ് എന്നായിരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. വഇസ്മു അബീഹി ബിഇസ്മി അബീ, അദ്ദേഹത്തിന്റെ വാപ്പാന്റെ പേര് എന്റെ വാപ്പാന്റെ പേരിനോട് സാമ്യമുള്ളതാണ്, അഥവാ അബ്ദുള്ള എന്നായിരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. പക്ഷെ മഹദി ഇമാമിന് ആ സമയത്ത് എത്ര വയസ്സുണ്ടാകും? 40 വയസ്സുണ്ടാകും. മഹദി ഇമാമിന് മഹദി ഇമാമാണെന്ന് അറിയണമെങ്കിൽ വയസ്സെത്ര ആകണം? 40 ആകണം. അതുകൊണ്ടാണ് അത്രയും വൈകിയത്. മഹദി ഇമാം ഇപ്പൊ വന്നിട്ടുണ്ടോ, ജനിച്ചിട്ടുണ്ടോ? അല്ലാഹു അഅലം. ഒരു ഫാത്തിഹ ഡെയിലി ഓതിക്കോളി. അള്ളാഹുവരുടെ മദദ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കാരണം എന്താ, 40 കൊല്ലം കഴിയുമ്പോഴേ ആർക്ക് മഹദി ഇമാമിന് മഹദി ഇമാമാണെന്ന് തിരിച്ചറിവുണ്ടാവുള്ളൂ. അന്ന് മക്കയുടെ ഒരു സൈഡിൽ വന്ന് അദ്ദേഹം ഇരിക്കും. പരിശുദ്ധമാക്കപ്പെട്ട റുക്നുൽ യമാനിന്റെയും മഖാം ഇബ്രാഹിമിന്റെ ഇടയിലായിരിക്കും അദ്ദേഹം വന്നിരിക്കുക എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ഒരു രാത്രിയിലായിരിക്കും അത്. ആ രാത്രിയിൽ ജനങ്ങൾ മുഴുവനും, അഥവാ ആദ്യമായിട്ട് മദീനക്കാർ, പിന്നെ മക്കക്കാർ, പിന്നെ ഇറാഖികൾ, പിന്നെ ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും വന്ന് അദ്ദേഹത്തെ ബൈഅത്ത് ചെയ്യും. നബിയുനാ റസൂലുള്ളാഹി. മനസ്സിലാക്കുന്നുണ്ടോ? അപ്പൊ ആ കാലഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കാൻ ഞാൻ അതിനാണ് ഓർമ്മപ്പെടുത്തിയത്. ആദ്യം തന്നെ ഇതങ്ങോട്ട് പറഞ്ഞത് അതാണ്. കുറച്ച് ദുആകൾ പറഞ്ഞിട്ട് ഈ കാലഘട്ടത്തെ പറ്റി നിങ്ങളോട് വിശദീകരിച്ചതാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ലാ യൻജു മിൻഹാ ഇല്ലാ മൻ നജാ കദുആഇൽ ഗരീഖി ഫിൽ ബഹരി. സമുദ്രത്തിൽ അകപ്പെട്ടതാകുന്ന മനുഷ്യൻ ഇഖ്ലാസോടുകൂടി, നിഷ്കളങ്കതയോട് കൂടിയല്ലാതെ പറയൂല, എന്നെ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന്. നീന്തലറിയാത്തവൻ നിഷ്കളങ്കതയോടുകൂടി പറയൂല. ആ നിഷ്കളങ്കതയായിരിക്കണം നിങ്ങളുടെ ദുആയിൽ ഉണ്ടാവേണ്ടതെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇന്ന് മുസ്ലിമീങ്ങളാകുന്ന നമുക്ക് പ്രാർത്ഥിക്കാൻ എവിടുന്നാണ് സമയം? ദുആയില്ല, ദുആയില്ല. നമസ്കാരങ്ങൾക്ക് ശേഷമുള്ള പ്രാർത്ഥനകൾ നമ്മൾ അവഗണിച്ചില്ലയോ? ഹബീബായ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തിയില്ലയോ? സഹാബത്തെ സലാസു ദഅവാതിൻ മുസ്തജാബ, 3 പ്രാർത്ഥനകൾക്ക് വല്ലാതെ ഉത്തരം ലഭിക്കുന്നതാ. 3 പ്രാർത്ഥനകൾക്ക് വല്ലാത്ത ഉത്തരം ലഭിക്കുന്നതാണ്. അതിലൊന്ന് പ്രവാചകൻ ഓർമ്മപ്പെടുത്തിയത് ഫീ ദുബരി കുല്ലി സ്വലാത്ത്, എല്ലാ നമസ്കാരങ്ങൾക്ക് പിറകെയുള്ള ഉടനെയുള്ള പ്രാർത്ഥനയാ. അതിന് ഉത്തരമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. നരകം എന്ന് പറയുന്നത് അത്രമേൽ പ്രധാനമായ സംഗതി കൊണ്ടാണ് രാവിലെ മുതൽ പ്രഭാതം മുതൽ അവന്റെ ദുആ നരകത്തെ തൊട്ട് കാവൽ തേടാനുള്ള കാര്യം. അത്രമേൽ പ്രധാനമായ സംഗതി. ബക്കറ്റ് പിരിവില്ലേ? ബക്കറ്റ് എല്ലാവരും നൽകി ലാസ്റ്റ് ദിവസമല്ലേ? അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാവരും കാര്യമായിട്ട് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ സ്വതക്കെ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ, കബൂലാക്കുമാറാവട്ടെ. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു നീക്കി തരട്ടെ. അപകടങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട് അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വേഗം കൊടുക്കും. ബിസ്മില്ലാ. എല്ലാ സഹോദരങ്ങളും സഹോദരിമാരും ഇന്ന് ലാസ്റ്റ് ദിവസം കൊണ്ട് നിങ്ങളൊക്കെ കാര്യമായിട്ട് എല്ലാവരും സഹകരിക്കും ഇൻഷാ അല്ലാഹ്. ഇന്നലെ വരെ 50 ഇട്ടവർ ഇന്ന് മാറ്റി പിടിക്കും, 100 ആക്കി ഇൻഷാ അല്ലാഹ്. സാമ്പത്തിക ഭദ്രത നൽകും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതിനുള്ള ദിക്ർ ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ലാ ഹൗല, അത് എത്ര ചെല്ലാവോ അത്രയും നിങ്ങൾ വർദ്ധിപ്പിക്കുക. അല്ലാഹു നമുക്ക് എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു നീക്കി തരട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും കാര്യമായി സഹകരിക്കും. നരക
അത്രമേൽ പ്രധാനമായ സംഗതി ആയതുകൊണ്ടാണ് അതിനെ ഇത്രത്തോളം ദുആകൾ ഉലമാക്കൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. പരിശുദ്ധ തിരുനബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്.